ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുന്നത്. ഇനി എല്ലാ വീഡിയോയിലും നമുക്കിത് ഒരു ഇൻട്രോ ഒക്കെ ഇടാം. അപ്പോൾ ഞങ്ങൾ വയനാട് ഫെസ്റ്റ് കാണാൻ വേണ്ടി പോയതാട്ടോ. അവിടെ ഒരു എക്സ്പോ നടക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ കൽപ്പറ്റയിൽ ആ കൽപ്പറ്റ ബൈപ്പാസ് ഇല്ല, അവിടെ എപ്പോഴും ഇതേപോലെ ഫ്ലവർ ഷോ, എക്സ്പോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പരിപാടി ഉണ്ടാവാറുണ്ട്. അപ്പോൾ 100 രൂപയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള എൻട്രി ടിക്കറ്റ്. പിന്നെ കുട്ടികൾക്ക് എന്തോ ഇളവുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ മുൻവശം ആ ഒരു എൻട്രൻസ് നല്ല ഭംഗിയിൽ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ തെർമാക്കോൾ വെച്ചിട്ടാണ് ഞാൻ തൊട്ട് നോക്കി. ഒക്കെ തെർമാക്കോൾ വെച്ചിട്ടാണെങ്കിലും ആ പെയിൻറ്റിങ്ങൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇവരൊരു കടൽ തീമാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അത്രത്തോളം ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, എങ്കിലും കൊള്ളാം. കാരണം ഈ ചില്ലിൻ്റെ അകത്ത് വെള്ളമുണ്ട്. അതിനെന്തൊക്കെയോ ലീക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താഴെ ആ കാർപ്പറ്റിലും മൊത്തം വെള്ളമായിരുന്നു. നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു. ഷൂ ഒക്കെ നനയാൻ പാകത്തിനുള്ള വെള്ളം ഉണ്ടായിരുന്നു. കുറച്ച് ഭാഗങ്ങളിൽ, ബാക്കിയില്ല, കുറച്ച് ഭാഗങ്ങളിൽ എന്തോ ലീക്ക് സംഭവിച്ചിട്ട് അങ്ങനെ ഉണ്ടായിട്ടാ. പിന്നെ ഈ മീനുകളൊക്കെ കണ്ടോ? ഒരുപാട് ഞാൻ കാണാത്ത കുറേ മീനുകളുണ്ടായി. മീനുകളുടെ കുറേ ചിത്രങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ ചിത്രത്തിലുള്ള മീനുകൾ അവിടെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അല്ലാത്ത കുറേ മീനുകളുണ്ടായിരുന്നു. നല്ല കുഞ്ഞു കുഞ്ഞു മീനും വലിയ വലിയ മീനും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ മീനുകളുടെ പേരൊന്നും അവരവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല. എന്താ പേരെന്നൊന്നും അറിയില്ല. ഈ മീനിൻ്റെ ഒന്നും പേരറിയില്ല, പക്ഷെ കാണാൻ കൊള്ളാം. പിന്നെ വേറൊരു മീനുണ്ട്. ആ മീനിൻ്റെ പ്രത്യേകമായിട്ട് അത് ഈ ഗ്ലാസ് ഇങ്ങനെ വൃത്തിയാക്കുന്ന ഒരു സൈസ് മീനാണെന്നാണ് തോന്നുന്നത്. അതങ്ങനെയാണ്, ഗ്ലാസിൻ്റെ മേലെയാണ് എപ്പോഴും ഒട്ടി നിൽക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ മീനാട്ടോ ഞാൻ പറഞ്ഞത്. നമ്മളിപ്പം ഈ ഭാഗത്തുനിന്ന് കാണുന്ന മീൻ തന്നെയാണ് അപ്പുറത്തെ വശത്ത് പോയാലും കാണുന്നത്. ചില്ലായതുകൊണ്ട് തന്നെ അപ്പുറത്ത് പോയാലും ഇത് തന്നെയാണ് കാണുന്നത്. ശരിക്കും ഇവർ നമ്മളെ പറ്റിക്കുകയാണോ എന്ന് തോന്നിപ്പോയി. കാരണം നമ്മൾ അത്രയും പൈസ കൊടുത്തിട്ട് 100 രൂപ കൊടുത്തിട്ടാട്ടോ കയറിയത്. അപ്പോൾ അതിന് മാത്രമുള്ളത് ഇതിൻ്റെ അകത്തില്ല സത്യത്തിൽ. ഈ ചില്ലിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നവർക്കും ഈ മീൻ തന്നെയാണ് കാണാൻ പറ്റുന്നത്. അത് ഞങ്ങൾക്ക് അപ്പുറത്ത് പോയപ്പോഴായിട്ട് തിരിഞ്ഞത്. ശരിക്കും പറ്റിക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അത്രയേ ഉള്ളൂ. കാരണം ഒരു 4 or 5 തവണ ഇങ്ങനെ വളഞ്ഞ് വന്നിട്ട് കാണാനുള്ള മീൻ തന്നെയാണ്. അതന്നെ നമ്മൾ റിപ്പീറ്റ് അടിച്ചിട്ടാണ് കാണുന്നത്. എങ്കിലും കൊള്ളാം. ഒരു ഞായറാഴ്ചകളിലൊക്കെ നമുക്ക് സമയം ചിലവഴിക്കാൻ പറ്റും ഫാമിലിയായിട്ട്. കണ്ടോ, ഈ തറയിലൊക്കെ വെള്ളമാണ്. കാർപ്പറ്റൊക്കെ മൊത്തം നനഞ്ഞിട്ടാണുള്ളത്. പിന്നെ നല്ല വലിയ മീനുകളും ഉണ്ട്, നല്ല പൊടിയായിട്ടുള്ള മീനുകളും ഉണ്ട്. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മത്സ്യകന്യക ഉണ്ട് കേട്ടോ അവിടെ. ഏത് നേരം അത് വെള്ളത്തിലല്ല നിൽക്കുന്നത്. എനിക്ക് കണ്ടിട്ട് ഒരു കൗതുകവും തോന്നി. പക്ഷേ അവർ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലേ അവരിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എത്ര സമയം വെള്ളത്തിൽ നിൽക്കണം അല്ലേ? അപ്പോൾ ആ ഒരു ഇതും തോന്നി. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. അവർ ഈ ഗ്ലാസിൻ്റെ അടുത്ത് വന്നിട്ട് നമുക്കിങ്ങനെ ഹായ് ഒക്കെ തരും. എന്നിട്ട് ആ കുറേ പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല, അവിടെ നല്ല തിരക്കായിരുന്നു. പിന്നെ കുറേ സ്റ്റാളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇത് തുടങ്ങിയത് 29-ാം തീയതിയാണെന്ന് തോന്നുന്നത്. ഞങ്ങൾ അതിൻ്റെ പിറ്റത്തെ ദിവസമാണ് പോയത്. അതുകൊണ്ട് തന്നെ കുറേ സ്റ്റാളുകളൊന്നും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. വേറെ കുറേ സ്റ്റാളുകളുണ്ട് കേട്ടോ. കുറേ സ്റ്റാളുകൾ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു 29-ാം തീയതി മുതൽ, മാർച്ച് 29 മുതൽ എന്നാണ് കൊടുത്തത്. ലാസ്റ്റ് ഉള്ള ഒരു ഡേറ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതെന്നാ അവസാനിക്കുന്നത് എന്നുള്ളത് അറിയില്ല. പിന്നെ ഇത് കണ്ടോ, ഇവിടെ കുറേ പെന്നുകളുണ്ടായിരുന്നു. AK-47 പെന്ന്, കട്ടപ്പ പെന്ന്, ബാഹുബലി പെന്ന്. ഞാൻ പ്രത്യേകം എടുത്തിട്ടുണ്ട്. അത് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നിയിട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഈ സ്റ്റാളുകളിൽ നിന്നൊന്നും വാങ്ങിച്ചില്ല. എല്ലാത്തിനും അത്യാവശ്യം വില ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വേഗം പുറത്തേക്ക് ഇറങ്ങി. ഈ സ്റ്റാളിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഓരോ ഗ്ലാസ് ചായ കുടിച്ചു. അത് മാത്രമേ അവിടെ നിന്ന് കഴിച്ചുള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. പിന്നെ ഇതേപോലത്തെ യന്ത്രൂഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ. ഇതിലൊക്കെ നമ്മൾ കയറണമെങ്കിലും പൈസ കൊടുക്കണം. 100 രൂപ ഇതിൻ്റെ ഉള്ളിൽ കയറാനുള്ള എൻട്രൻസ് ഒഴികെ നമ്മൾ അതിന് പൈസ കൊടുക്കണം. അപ്പോൾ 100 രൂപയ്ക്ക് മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം കേട്ടോ. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വീട്ടിലേക്ക് പോയി. അത്യാവശ്യം ഒരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ.